പരിശുദ്ധമായ റബീഉൽ അവ്വലിലാണ് നമ്മളുള്ളത്. അടുത്ത റബീഉൽ അവ്വലിൽ പരിശുദ്ധമായ മക്കയിലെത്താൻ, മദീനയിലെത്താൻ, റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ മുത്തുനബി തങ്ങളോട് നേരിട്ട് ചെന്ന് സലാം പറയാൻ 250 രൂപ കൊണ്ട് നമുക്കെങ്ങനെയാണ് സാധിക്കുക? ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കുകയാണ്, നമ്മൾ പഠിക്കുകയാണ്. ആത്മീയമായ സബബുകളും ഭൗതികപരമായ സബബുകളും നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അഭിലാഷം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. എന്താണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ സുന്ദരമായ സുരഭിലമായ സുദിനങ്ങളാണ് നാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റബീഉൽ അവ്വല് പിറവിയെടുത്തത് മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും, നമ്മുടെ ഭവനങ്ങൾ മുതൽ ചെറിയ മത സ്ഥാപനങ്ങൾ മുതൽ വലിയ മത സ്ഥാപനങ്ങൾ വരെ, കോളേജുകൾ വരെ, വ്യത്യസ്തമായ സംഘടനകൾ, വ്യത്യസ്തമായ മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ, മദ്ഹുകൾ, മൗലിദുകൾ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓതിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ കൊണ്ട് വിജയിക്കാനും പ്രവാചകന്റെ മഹബ്ബത്ത് നേടിയെടുക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുക, അതായത് പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും കടന്നു ചെല്ലുക എന്നുള്ളത് വിശ്വാസിയുടെ ഒരു വലിയ ആഗ്രഹമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. മക്കൾ നന്നാകണം, ഈമാൻ കിട്ടി മരിക്കണം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഒരു വലിയ അഭിലാഷം തന്നെയാണ് പരിശുദ്ധമായ മക്കയിലെത്തണം, മദീനയിലെത്തണം എന്നുള്ളത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, പഴയ കാലഘട്ടം മുതലേ പരിശുദ്ധ മക്കയിലേക്ക് എത്തുക, മദീനയിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖായി കണക്കാക്കിയിരുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധമായ മങ്കൂസ് മൗലിദിൽ നമുക്ക് കാണാമല്ലോ, ഒരുപാട് പ്രാർത്ഥനകൾ ആ അനുഗ്രഹീതമായ 4-ാമത്തെ ബൈത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട്, പാടാറുണ്ട്, പറയാറുണ്ട്. സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി എന്ന് തുടങ്ങുന്ന ആ ബൈത്തിൽ ഒരുപാട് പ്രാർത്ഥനകളാണ് പറയുന്നത്. ആ ബൈത്തിന്റെ അവസാനത്തിലെത്തുമ്പോൾ റബ്ബി വർസുഖ്നാ സിയാറത്തുഹു ഖബല ഖബലി റൂഹി വൽ ഖറജി എന്നെത്തുമ്പോൾ നമ്മുടെ മുൻഗാമികൾ 2 കൈകളും ഉയർത്താറുണ്ട്. അതിനു മുമ്പും പറയുന്ന ബൈത്തുകളൊക്കെ പലതും പ്രാർത്ഥനകളാണ്, അപ്പോഴൊന്നും കൈകൾ ഉയർത്താറില്ല. എന്നാൽ റബ്ബി വർസുഖ്നാ സിയാറത്തുഹു എന്ന് പറയുമ്പോൾ 2 കരങ്ങളും ഉയർത്തുന്ന ഒരു കീഴ്വഴക്കം നമ്മുടെ മുൻഗാമികളിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടി. എന്തുകൊണ്ടാണ്? പരിശുദ്ധമായ മക്കയിലെത്തുക, മദീനയിലെത്തുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമായി നമ്മുടെ മുൻഗാമികളും കണക്കാക്കിയിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മഹത്തായ ഒരു തൗഫീഖാണത്. പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും എത്തിച്ചേരാൻ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. സാമ്പത്തികമായി ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉള്ള പല ആളുകളും പലപ്പോഴും മദീനയിലെത്താറില്ല. വേൾഡ് ടൂർ നടത്തുന്ന ആളുകൾ, ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന പല ആളുകൾക്കും പരിശുദ്ധമായ മക്കയിലെത്താനോ മദീനയിലെത്താനോ കഴിയാറില്ല. അതൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് മാത്രം നൽകുന്ന മഹത്തായ ഒരു സൗഭാഗ്യമാണ്. സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതൊരു വിഷയത്തിനും, ഏതൊരു കാര്യത്തിനും 2 വശങ്ങളുണ്ട്. ഒന്ന് ആത്മീയമായ വശമാണ്, മറ്റൊന്ന് ഭൗതികപരമായ വശമാണ്. സബബുകൾ, ഏതൊരു കാര്യം നേടിയെടുക്കാനും നമ്മൾ 2 സബബുകൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ആത്മീയമായ സബബാണ്, മറ്റൊന്ന് ഭൗതികപരമായ സബബാണ്. പരിശുദ്ധമായ മക്കയിലെത്താനും മദീനയിലെത്താനും 2 സബബുകളുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ സഹായമാണ്, തൗഫീഖാണ്. മറ്റൊന്ന് സാമ്പത്തികമായി നാം അതിനു വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ്.
അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നല്ല സമയങ്ങളിൽ, നല്ല ദിവസങ്ങളിൽ, നല്ല സന്ദർഭങ്ങൾ നോക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥന നടത്തുക എന്നുള്ളത് ആത്മീയമായൊരു സബബാണ്. എന്നാൽ ആത്മീയമായ സബബുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ നമ്മൾ നടത്തുമ്പോഴും ഭൗതികപരമായി സാമ്പത്തികമായ തടസ്സങ്ങൾ കാരണം പല ആളുകൾക്കും മദീനയിലേക്ക് എത്താൻ കഴിയാറില്ല. അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷയങ്ങളെല്ലാം മദീനയിലേക്ക് എത്താറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം നൽകട്ടെ. പരിശുദ്ധമായ മക്കയിലും മദീനയിലേക്കും ചെല്ലാനും ഹജ്ജിൻ്റെയും ഉംറയുടെയും പുണ്യകർമ്മങ്ങൾ ചെയ്യാനും സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കൊക്കെ ഓടാനും പരിശുദ്ധമായ മദീനയിൽ ചെന്ന് ആ പ്രവാചകനോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ആത്മീയമായ സബബാണ്. എന്നാൽ രണ്ടാമത്തെ സബബ് എന്നുള്ളത് സാമ്പത്തികമായ, അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസം, പൈസയില്ലാത്ത വിഷയം, പണമില്ലാത്ത വിഷയം നമ്മിൽ പല ആളുകളും അനുഭവിക്കുന്നുണ്ട്. അതിനുള്ളൊരു പരിഹാര മാർഗം 250 രൂപ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നാം ഒരു ബോക്സിലേക്ക് ഇടുക. നിങ്ങൾ നോക്കൂ, സ്ക്രീനിൽ നിങ്ങൾക്കൊരു ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സഹോദരിയുടെ ബോക്സാണ്. ഈ സഹോദരി എല്ലാ ദിവസവും അതിലേക്ക് ഒരു നിശ്ചിത സംഖ്യ ഇടുകയാണ്. എന്നിട്ട് ഉംറക്ക് പോകാനുള്ള പണമെത്തി എന്നുള്ള ഏകദേശ ധാരണ എത്തുമ്പോൾ ആ ബോക്സ് പൊളിച്ചിട്ട് ഉംറക്ക് പോകാൻ ആ സഹോദരി തയ്യാറായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് ഇതിനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. എന്നതുപോലെ നമ്മളും ഒരു ബോക്സ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മുതൽ അടുത്ത റബീഉൽ അവ്വൽ വരെ എല്ലാ ദിവസവും 250 രൂപ നമ്മൾ അതിൽ നിക്ഷേപിക്കുക. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. 365 ദിവസവും 250 രൂപ നമ്മൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് എത്രയാണ് കിട്ടുക? 365 × 250 91,000, 1,00,000 അടുത്ത് നമുക്ക് കിട്ടുകയാണ്. ഉംറക്ക് പോകാനുള്ള പണമായി, കൂടെ പർച്ചേസിങ്ങിന് കൊണ്ടുപോകാനുള്ള പണവും നമുക്ക് ഒരു വർഷം കൊണ്ട് സ്വരൂപിക്കാൻ കഴിയും. ബിസ്മി ചൊല്ലിയിട്ട് നമ്മൾ തുടക്കം കുറിക്കൂ. ബിസ്മിക്ക് വലിയ ബറക്കത്തുണ്ട്. ബിസ്മി കൊണ്ട് നാം എന്തു തുടങ്ങിയാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോകാൻ വേണ്ടിയിട്ട് 250 രൂപ എല്ലാ ദിവസവും ഒരു ബോക്സിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്കും അടുത്ത വർഷം റബീഉൽ അവ്വലിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവുമാകുന്ന പരിശുദ്ധമായ ഉംറ ചെയ്യുക, പരിശുദ്ധമായ മക്കയിലേക്ക് എത്തുക, പരിശുദ്ധമായ മദീനയിലേക്ക് എത്തുക, മുത്തുനബി തങ്ങളോട് സലാം പറയുക എന്നുള്ള ആഗ്രഹത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ആത്മീയമായ സബബുകൾ ചെയ്യുന്നു, ഭൗതികപരമായ സബബുകൾ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കും. അല്ലാഹു നമുക്ക് വിജയം നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ മദീനയിലും മക്കയിലും എത്താതെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, അഭിലാഷം നീ പൂർത്തീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.